Good morning all. So നമുക്ക് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Some instances of people engaging in economic activity in given below ഐഡന്റിഫൈ വർക്കർ ഫ്രം ദെയർ. അപ്പം നമ്മൾ വർക്കർ എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലേ? വർക്കർ എന്ന് പറയുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ വർക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എ മാൻ ഹു ടെമ്പററി അബ്സ്റ്റെയിൻസ് ഫ്രം വർക്ക് ഡ്യൂ ടു ഇൽനെസ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പൊ തൽക്കാലം വിട്ടിരിക്കുകയാണ്. അടുത്തത് വിമൻ ഈസ് പെയ്ഡ് ബൈ ഹർ എംപ്ലോയർ, അതായത് എന്താണ് എംപ്ലോയർ പൈസ കൊടുക്കുന്ന ഒരു എംപ്ലോയി, അതായത് എംപ്ലോയി ആരാന്ന് നമ്മൾ പഠിച്ചു. എംപ്ലോയർ എന്ന് പറയുമ്പോൾ ജോലി കൊടുക്കുന്ന ആളും എംപ്ലോയി എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന ആളുമാണ്. എ സെൽഫ് എംപ്ലോയിഡ് ഫാർമർ, അപ്പൊ ഇതിനകത്ത് എല്ലാവരും വർക്ക് ചെയ്യാണ് അല്ലെ? എല്ലാവരും വർക്ക് ചെയ്യാണ്. ഈ ഫസ്റ്റ് കേസും അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ തൽക്കാലത്തേക്ക് വിട്ടു നിന്നതാണ്. സോ അവരെല്ലാം വർക്കർ എന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. വിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റിമേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ? ഇത് നമ്മൾ പറഞ്ഞ കാര്യമല്ല. ഇപ്പൊ NSSO ആണ് കേട്ടോ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്, ഓർത്തു വെച്ചിരിക്കുക. ഐഡന്റിഫൈ ദ ആക്ടിവിറ്റി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സെക്കൻഡറി സെക്ടർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്വാറിംഗ്, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, വാട്ടർ സപ്ലൈ. ഇതിൽ ക്വാറിംഗ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്, ബാക്കിയെല്ലാം നമുക്ക് സെക്കൻഡറി സെക്ടറിൽ പറയാം കേട്ടോ. വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ ആണ്. കാരണം നമ്മൾ വെള്ളം എടുത്തിട്ട് പലതരത്തിലുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ലാസ്റ്റ് വെള്ളം യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സപ്ലൈ എന്ന് കേട്ടിട്ട് ഓടി ടെർഷറി ആണെന്ന് വിചാരിക്കരുത്. വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. കാരണം വെള്ളം നമ്മൾ എടുത്തിട്ട് അതുപോലെ അങ്ങ് ഉപയോഗിക്കാറില്ല, അപ്പൊ അതെന്തായാലും പ്രൈമറി സെക്ടറിൽ വരില്ല. നമ്മൾ കുടിവെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ലോറിനേഷന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ശുദ്ധവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? സോ വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടറിലെ ആക്ടിവിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. ചൂസ് ദ കറക്റ്റ് ആൻസർ. വർക്ക് ഫോഴ്സ് റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഫോഴ്സ് വിച്ച് ഈസ് എംപ്ലോയിഡ് ആണ് അല്ലെ? എംപ്ലോയിഡ് ആയിട്ടുള്ള ലേബർ ഫോഴ്സിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നെയിം ദ സെക്ടർ ഇൻ ദ മെയിൻ സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഫോർ ദ മെജോറിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഏതാണെന്നാണ് നമുക്കറിയാം, പ്രൈമറി സെക്ടർ ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്, അഥവാ അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഹു ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ? നമ്മൾ പറഞ്ഞു നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ദ ന്യൂലി എമർജിംഗ് ജോബ്സ് ആർ ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ ദ സർവീസ് ആണോ, അഗ്രികൾച്ചർ ആണോ, മാനുഫാക്ചറിംഗ് ആണോ? ഏറ്റവും കൂടുതൽ ജോലി വരുന്നത് അഗ്രികൾച്ചറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പുതിയ പുതിയ ജോലികൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കണ്ടെത്താൻ സാധിക്കുന്നത് സർവീസിലാണ് അല്ലെ? മാനുഫാക്ചറിംഗ് രണ്ടാം സ്ഥാനത്തെ നിൽക്കുന്നുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ A ആണ്, സർവീസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. നെയിം ദ മെയിൻ സെക്ടർ പ്രൊവൈഡിംഗ് മാക്സിമം എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ പറഞ്ഞത് തന്നെയാണ് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇതുപോലത്തുള്ള കേസ് സ്റ്റഡികളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. Meena is a housewife. Besides taking care of household duties, she works in a cloth shop which is owned and operated by her husband. Can she be considered as a worker എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട്. അതായത് മീന ഒരു ഹൗസ് വൈഫാണ്. അപ്പൊ അവർ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതല്ലാതെ അവരുടെ ഭർത്താവിന്റെ തന്നെ ഒരു ക്ലോത്ത് ഷോപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ നമുക്കൊരു വർക്കർ ആയിട്ട് കണക്കാക്കാൻ പറ്റുമെന്നാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ അവിടെ നമുക്ക് പേയ്മെന്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വേറൊരാളുടെ കടയിലാണ് വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് അവരെ വർക്കർ എന്ന് പറയായിരുന്നു. പക്ഷെ ഇവരവിടെ സ്വന്തം കടയിൽ തന്നെയാണ്. സോ എന്താണ്, ഇവരൊരു വർക്കറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ലിസ്റ്റ് any 5 ആക്ടിവിറ്റീസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. നമ്മൾ പഠിച്ച ഫാമിങ്, ട്രേഡിങ്, മൈനിങ്, സെക്കൻഡറി, പ്രൈമറി, ടെർഷറി ആക്ടിവിറ്റീസ് ഏതെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, അല്ലെ ഡോക്ടറിന്റെ പണി, മാനുഫാക്ചറിങ്, ഫോറസ്ട്രി ഒക്കെ പറയാം. ഇനി ഇത് നമ്മൾ പറയാത്ത കാര്യമാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂഷ്വൽ സ്റ്റാറ്റസ് ആൻഡ് വീക്ക്ലി സ്റ്റാറ്റസ്. യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പേഴ്സൺസ് യൂഷ്വലി സ്പെൻഡ്സ് മെജോറിറ്റി ഓഫ് ഹിസ് ടൈം ഇൻ വർക്ക്. അതായത് ഒരു 10 തൊട്ട് 5 മണി വരെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു 9 തൊട്ട് 5 മണി വരെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ദിവസത്തിന്റെ മെജോറിറ്റി ടൈമും ജോലിയിലാണ് കൊടുക്കുന്നത് അല്ലെ? വർക്കിലാണ്. അപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു 130 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ യൂഷ്വൽ സ്റ്റാറ്റസുകാരെന്നാണ് വിളിക്കുന്നത്. യൂഷ്വൽ സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണ്. 183 days ഓഫ് വർക്ക്.
എന്നാൽ വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇഫ് ദ പേഴ്സൺ ഈസ് ഫൗണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ് ഡ്യൂറിംഗ് ദ സ്റ്റിപ്പുലേറ്റഡ് വീക്ക്, അതായത് ആഴ്ചകളിൽ മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ വീക്ക്ലി സ്റ്റാറ്റസ് വെച്ചിട്ടുമായിരിക്കും പറയുന്നത്. ഇപ്പോൾ യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡെയിലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. വീക്ക്ലി എന്ന് പറയുമ്പോൾ വീക്കിനനുസരിച്ചിട്ട്. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുറച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് തരും ആൻഡ് യു ഹാവ് ടു ക്ലാസിഫൈ ദം ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചർ ഏത് സെക്ടറാണ് വരുന്നത്? അഗ്രികൾച്ചർ പ്രൈമറി ആണ് അല്ലേ. മൈനിങ്ങും ക്വാറിങ്ങും ഞാൻ പറഞ്ഞു പ്രൈമറി ആണ്. മാനുഫാക്ചറിങ് സെക്കൻഡറി ആണ്. ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ ഒക്കെ കൺസ്ട്രക്ഷനും ഇതെല്ലാം സെക്കൻഡറി ആണ്. ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ഇതുപോലെ സർവീസുകളൊക്കെ ടെറിഷറി ആണ്. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അഥവാ WPR എന്താണ് നമ്മൾ പഠിച്ചതാണ്. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. വർക്ക് ഫോഴ്സ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കിട്ടും. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, അതായത് വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100, അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു രീതിയിൽ നമ്മൾ റേഷ്യോ കണ്ടെത്തുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. വർക്ക് ഫോഴ്സ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 എന്നുള്ളതാണ് കറക്റ്റ് അതിൻ്റെ ഇക്വേഷൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ RLEGP. RLEGP നമ്മൾ പറയാത്ത കാര്യമാണ്. RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ്. ഓഗസ്റ്റ് 1983 ഇത് വന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 മെമ്പേഴ്സ് ഓഫ് എവറി ലാൻഡ്ലെസ് ഫാമിലിക്ക് 100 ദിവസത്തെ എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഒരു ഫാമിലിയിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കുക. അതാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒരു കേസ് സ്റ്റഡി പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. രാജ് ഈസ് ഗോയിങ് ടു സ്കൂൾ. വെൻ ഹി ഈസ് നോട്ട് ഇൻ സ്കൂൾ യു വിൽ ഫൈൻഡ് ഹിം വർക്കിംഗ് ഇൻ ഹിസ് ഫാം. ക്യാൻ യു കൺസിഡർ ഹിം ആസ് എ വർക്കർ? വൈ എന്നുള്ളതാണ്. അപ്പൊ രാജ് സ്കൂളില്ലാത്ത ദിവസം അവന്റെ വീട്ടിലെ തന്നെ പാടത്ത് പോയി പണിയെടുക്കും. അപ്പൊ അതിന് അവന് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല അല്ലേ. സോ നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വർക്കറായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു കോമ്പൻസേഷൻ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് അവിടെ ഒരു ജോലി നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ജോലിയായിട്ട് നടന്നിട്ടില്ല. അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കേരള എക്കോണമി ഈസ് എക്സ്പീരിയൻസിങ് ഹ്യൂജ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലംസ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ, ഇപ്പൊ ബംഗാളികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ ശരിക്കും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈവൻ ദോ നമ്മുടെ കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിലും ആൾക്കാർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് അനുഭവിക്കുന്നത്. അതായത് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്നിട്ട് ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ നോക്കുന്നത് എന്താണ്, സർവീസ് റിലേറ്റഡ് ജോലികളാണ് അല്ലേ. കുറച്ച് നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന ആൾക്കാർ, മോശമൊന്നും പറയാത്തൊരു ജോലിയാണ് അവർ നോക്കുന്നത്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ. ചിലപ്പോൾ നിങ്ങളിങ്ങനെ തമാശയ്ക്കൊക്കെ കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ മലയാളികൾ ഗൾഫിൽ പോയി ചായക്കട ഇടും, പക്ഷെ കേരളത്തിൽ അവർ അതൊരിക്കലും ചെയ്യില്ല എന്ന് പറയും. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടുന്നത് വരെ അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുറത്തു പോയി എന്ത് പണി വേണമെങ്കിലും ചെയ്യും. പക്ഷെ കേരളത്തിനകത്തോട്ട് വരുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ മടിയാണ്. അപ്പൊ കേരളത്തിലുള്ളവർ ചെയ്യാൻ മടിക്കുന്ന ജോലിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ബംഗാളികളൊക്കെ വന്ന് ഫില്ല് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ പരിപാടി ആയാലും ഒക്കെ എത്ര മലയാളികൾ പോകുന്നുണ്ട്, അവിടെയൊക്കെ ഇപ്പൊ കൂടുതലും നമുക്ക് ബംഗാളികളെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. സോ അതാണ് കേരളത്തിലെ ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഗുണമാണ് ഈ മൈഗ്രന്റ് ലേബറേഴ്സ് ശരിക്കും കേരളത്തിൽ വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എറണാകുളം പെരുമ്പാവൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അവിടെയൊക്കെ ശരിക്കാണ് ഈ ബംഗാളികൾ ഇങ്ങനെ ഹബ്ബായിട്ടാണ് താമസിക്കുന്നത്. അവിടെ മലയാളികൾ കുറവാണ്. ആ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ഒരു ഹബ്ബാണ്. ഓക്കെ, അടുത്തൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. നെയിം സം ഓഫ് ദ റീസെന്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ലോഞ്ച് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ RLEGP, NREGP, ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്റർ റിലേറ്റഡ് കൂടെ ചോദിക്കുന്നതാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഭാരത് നിർമ്മാൺ പ്രോഗ്രാം, ജനനി സുരക്ഷാ യോജന ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഓപ്പൺ അൺഎംപ്ലോയ്മെന്റിനെ ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. അപ്പം ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഇത് നമ്മൾ പറയാത്ത കാര്യമാണ്. അതായത് ഒരു കൺട്രി, വെൻ ദ കൺട്രീസ് ലേബർ ഫോഴ്സ് ഡസ് നോട്ട് ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്, അതിനെയാണ് നമ്മൾ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് AI വന്നത് കാരണം കുറെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പുതിയൊരു ടെക്നോളജി വരുന്നത് വഴി കുറെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പണ്ടാണെങ്കിൽ കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ജോലി പോകുമെന്നും പറഞ്ഞിട്ട്.
പക്ഷെ ഒന്നും പോയില്ലല്ലേ, കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുകയാണ് ചെയ്തത്. ടെക്നോ പാർക്കൊക്കെ ഉണ്ടാവാൻ തന്നെ കാരണം IT ഫീൽഡാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ ആൾക്കാരുടെ ജോലി പോവും എന്ന് വിചാരിക്കുന്നതാണ് ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ്. അടുത്തത് നമ്മൾ ഫോർമൽ സെക്ടർ ഇൻഫോർമൽ സെക്ടർ പറഞ്ഞപ്പോൾ പഠിച്ചു. ഓർഗനൈസ്ഡ് സെക്ടർ ആണ് ഫോർമൽ, അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ് ഇൻഫോർമൽ. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമൽ ഏതാണ്, ഇൻഫോർമൽ ഏതാണെന്ന് നോക്കാം. സ്ട്രീറ്റ് വെൻഡർ ഇൻഫോർമൽ ആണ്, സ്കൂൾ ടീച്ചർ ഫോർമൽ ആണ്, ബിസിനസ് എക്സിക്യൂട്ടീവ് ഫോർമൽ ആണ്, അഗ്രികൾച്ചർ ലേബർ ഇൻഫോർമൽ ആണ്, മെക്കാനിക് ഇൻഫോർമൽ ആണ്, റെയിൽവേ ടിക്കറ്റ് എക്സാമിനർ ഫോർമൽ ആണ്, കോളേജ് പ്രൊഫസർ ഫോർമൽ ആണ്, അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫോർമൽ ആണ്, ഹെഡ് ലോഡ് വർക്കർ ഇൻഫോർമൽ ആണ്, കാർഡ് പുള്ളർ ഇൻഫോർമൽ ആണ്, വാഷർമാൻ ഇൻഫോർമൽ ആണ്. അപ്പം അത് ഫോർമൽ ഏതാണ് ഇൻഫോർമൽ ഏതാണ് കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുക കേട്ടോ. വേണമെങ്കിൽ ഓർഗനൈസ് സെക്ടറിൽ തന്നെ നമുക്ക് മെക്കാനിക്കിനെ ഇൻക്ലൂഡ് ചെയ്യാൻ കുഴപ്പമില്ല. അടുത്തതാണ് നമ്മുടെ റീസെന്റ് ട്രെൻഡുകൾ. സെക്ടോറൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഇതാണ് അല്ലേ, വർക്ക് ഫോഴ്സിലുള്ള കാര്യങ്ങൾ. അതായത് പ്രൈമറി സെക്ടർ ആണ് പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും ജോലി കൊടുക്കുന്നത്. സെക്കൻഡറി സെക്ടർ 16% മാത്രം ജോലിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 24% ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് ഒന്നെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ മൈനിങ് ആയിരിക്കും. അതുപോലെ തന്നെ അബൌട്ട് 10% ഓഫ് ദ റൂറൽ വർക്കേഴ്സും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ഇത് ഓർത്ത് വെച്ചിരിക്കാം. സർവീസ് സെക്ടർ ഏകദേശം 13% റൂറൽ ഏരിയാസിൽ കൊടുക്കുന്നത്. 60% ഓഫ് അർബൻ വർക്കേഴ്സ് സർവീസ് സെക്ടറിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്കൻഡറി സെക്ടറിലാണെന്നുണ്ടെങ്കിലും 30% ഓഫ് ദ അർബൻ വർക്ക് ഫോഴ്സ്. അതുപോലെ തന്നെ വിമൻ വർക്കേഴ്സ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിൽ, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ സ്ത്രീകൾ ഭയങ്കര കൂടുതലാണ്. മെന്നാണ് കൂടുതലായിട്ടും, ആണുങ്ങളാണ് കൂടുതലായിട്ടും, ഈ പറയുന്ന പുരുഷന്മാർക്കാണ് സെക്കൻഡറി സർവീസ് സെക്ടറുകളിൽ കൂടുതൽ പ്രാധാന്യം. അപ്പോൾ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ലോജിക്കിൽ നിന്നും കൂടെ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റിന്റെ സൊല്യൂഷൻസ് ആണ്. അൺഎംപ്ലോയ്മെന്റിന്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അതായത് ഈ അയൺ ആൻഡ് സ്റ്റീൽ പോലത്തുള്ള ഇൻഡസ്ട്രികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതുവഴി കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. ഓക്കെ, അതുവഴി കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ ജോലികൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റാം അല്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് സ്കില്ല് ഡെവലപ്മെന്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പോലത്തുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് നല്ല സ്കില്ലുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും കൂട്ടുക. പോപ്പുലേഷൻ കൂടുന്നത് എന്താണ് കറക്റ്റായിട്ട് നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഫാമിലി പ്ലാനിങ്ങും സംഭവങ്ങളും കൊണ്ടു കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. റൂറൽ വർക്ക് പ്രോഗ്രാമുകൾ കൊണ്ടുവരിക. പുതിയ പുതിയ ഓൺടർപ്രണേഴ്സിനെ, അതായത് നമ്മളാരും ഈ ജോലി അന്വേഷിച്ച് നടക്കേണ്ട ആൾക്കാരല്ല, നമ്മൾ 10 പേർക്ക് ജോലി കൊടുക്കാനും കൂടെ കേപ്പബിൾ ആയിരിക്കണം. സോ യൂത്ത് ഓൺടർപ്രണേഴ്സിനെ ഉണ്ടാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ പറ്റും. അടുത്തതാണ് ഹൗ ഫാർ ഫോർമൽ സെക്ടർ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഇൻഫോർമൽ സെക്ടർ. നമ്മൾ പറഞ്ഞതാണ് ഈ ഫോർമൽ സെക്ടറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇൻഫോർമലൈസേഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം ഓൾ ദ പബ്ലിക് സെക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിക്കോട്ടെ, 10 പേര് കൂടുതലുണ്ട്, 10 അതിൽ കൂടുതലുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഫോർമൽ എന്ന് പറയുന്നത് അല്ലേ, അത് അവരെയാണ് ഫോർമൽ സെക്ടർ വർക്കേഴ്സ് എന്ന് പറയുന്നത്, അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ. ഇനി ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, എന്റർപ്രൈസുകളിൽ മറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫാമേഴ്സ് വരും, അഗ്രികൾച്ചർ ലേബറേഴ്സ് വരും, ചെറിയ ചെറിയ കച്ചവടക്കാർ സംഭവങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ അവർ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഫോർമൽ സെക്ടറിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ ഉണ്ടായിരിക്കും, അവർക്ക് കൂടുതൽ പൈസ കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് പ്ലാനിങ് ഒക്കെ എൻവിസേജ് ദാറ്റ് ആസ് എ എക്കോണമി ഗ്രോസ്, കൂടുതൽ ആൾക്കാർ ഫോർമൽ സെക്ടറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 400 മില്യൺ വർക്കേഴ്സാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതിൽ 28 മില്യൺ ആൾക്കാർ ഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു 93% ബാക്കി ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൺലി ഇതിനകത്തൊരു 17% മാത്രമാണ് സ്ത്രീകളെന്ന് പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇൻഫോർമൽ സെക്ടറിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ മെയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഇൻഫോർമൽ സെക്ടറിൽ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കാരണം അവരെ ആയാലും വളർത്തിക്കൊണ്ട് വരാമല്ലോ.
ഓക്കെ. അപ്പോൾ പക്ഷേ ഇവർക്കൊരു റെഗുലറായിട്ടുള്ള ഇൻകം ഇല്ല, ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇല്ല. അതുപോലെ തന്നെ വർക്കേഴ്സ് ഇപ്പം പ്രൈവറ്റ് ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ അവരെന്ത് ചെയ്യും, നിങ്ങളെ എപ്പം പിരിച്ചുവിട്ടാലും നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ, ഒന്നും ചോദിക്കാൻ പറ്റില്ല അല്ലേ. ടെക്നോളജി അത്ര അപ്ഡേറ്റ് ആയിരിക്കില്ല, സ്ലമ്മുകളിലൊക്കെ ആയിരിക്കും കൂടുതലെന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോസസ് ആണ്, അതായത് അൺഎംപ്ലോയ്മെന്റിന് കാരണം എന്തൊക്കെയാണ്. ഇപ്പൊ ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കര കുറവാണ് അല്ലെ. ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കര കുറവാണ്, പോപ്പുലേഷൻ കൂടി വരികയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ പോപ്പുലേഷൻ കൂടുന്നത് അല്ലെ, പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ അല്ലെ, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം അഗ്രികൾച്ചറാണ്. കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്, അതുകൊണ്ട് തന്നെ സീസൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസും സംഭവങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ജോയിന്റ് ഫാമിലി സിസ്റ്റം, ഇപ്പം നോർത്ത് ഇന്ത്യയിലോട്ടല്ല റൂറൽ ഏരിയാസിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിന്റ് ഫാമിലി സിസ്റ്റം കാണാം. അവിടെയൊക്കെ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണാനായിട്ട് പറ്റും. അതായത് ആൾക്കാർ 10 പേര് ചെയ്യേണ്ട ജോലി 16 പേരൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കോട്ടേജ് സ്മോൾ ഇൻഡസ്ട്രീസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂടുതലും ജോലി നഷ്ടപ്പെട്ടതായിട്ട് കാണാം. അപ്പം അതിനകത്ത് ബ്രിട്ടീഷുകാരുടെ എഫക്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. അതായത് ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്കും മെഷീൻസും സംഭവങ്ങളും ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതും ആൾക്കാരെ വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സും ഒക്കെ ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള രീതിക്കാണെന്ന് തോന്നുന്നു. പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകളും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് ഗ്രോത്തിനെ ബാധിക്കും, അത് അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അടുത്തത് മൊബിലിറ്റി ഓഫ് ലേബർ ആണ്. അതായത് ലേബേഴ്സിനെ മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ചില ജോലികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക റിലീജിയനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ തോട്ടി എന്ന് പറയുന്ന ജോലി കണ്ടിട്ടുണ്ടായിരിക്കും, മാൻ ഹോള്. അപ്പോൾ ഈ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിട്ട് കൊടുത്തിരിക്കുക, വേറെ ആരും ആ ജോലി ചെയ്യില്ല. അപ്പം അത് കുറച്ച് ഡിഗ്നിറ്റിയോടെ ചെയ്യാനൊന്നും ആരും മുന്നോട്ട് വരാറില്ല. അപ്പോൾ അതും ഇന്ത്യയിൽ പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കോസസ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. നല്ല 8 മാർക്കിനൊക്കെ നല്ല അത്യാവശ്യം വാരി വലിച്ച് എഴുതാനുള്ള ഇതുണ്ട്. അപ്പോൾ കയ്യിൽ നിന്നൊന്നും ഇട്ട് എഴുതാതെ ഇതുപോലത്തുള്ള കുറച്ച് നല്ല പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടെത്തി വെച്ചിരിക്കുക കേട്ടോ. എക്കണോമിക് ഗ്രോത്ത്, പോപ്പുലേഷൻ, അഗ്രികൾച്ചറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പറയാം. അതുപോലെ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സേവിങ്സിൻ്റെ കാര്യം, ലേബർ മൊബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതെല്ലാം നല്ല നല്ല റീസൺസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ചാപ്റ്റർ റിവിഷൻ നോക്കാനുള്ളത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോയി ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.